തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമായ കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കട നിയമസഭാ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ BJP ഉന്നം വച്ചിരിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിലെ അതിപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കടയാണ്. കാട്ടാക്കട ഈ പഴയ നേമം നിയോജക മണ്ഡലം രൂപമാറ്റം വന്ന് മുൻപുണ്ടായിരുന്ന മലയിൻകീഴ്, മാറനല്ലൂർ, പള്ളിച്ചൽ, വിളപ്പിൽ, വിളവൂർക്കൽ എന്നിവയും ആര്യനാടിൻ്റെ ഭാഗമായിരുന്ന കാട്ടാക്കട പഞ്ചായത്തും കൂടി ചേർന്നതാണ് ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം. ഇത് കോൺഗ്രസിനും CPM-നും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലം തന്നെയാണ്. രണ്ടുപേരും മാറി മാറി വിജയിച്ചു വന്ന ആദ്യ MLA എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി BJP ശക്തി പ്രാപിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. അതുകൊണ്ട് തന്നെയാണ് കാട്ടാക്കടയിലെ BJP അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ 1ാം സ്ഥാനത്തെത്തിയതാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തില് V. മുരളീധരനായിരുന്നു സ്ഥാനാർത്ഥി. V. മുരളീധരൻ 1ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് LDF-നെയും UDF-നെയും പിന്നിലാക്കിക്കൊണ്ട്. ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യമേറെയുണ്ട്. ഇത് 2016 മുതൽ LDF ആണ് ഇവിടെ വിജയിച്ചു വരുന്നത്. LDF-ലെ IB സതീഷാണ് 2016 ഇറങ്ങിയത്. 2011 വന്നിട്ട് അന്ന് നേമത്തെ ജനപ്രതിനിധിയായിരുന്ന ശക്തനായിരുന്നു UDF സ്ഥാനാർത്ഥി. പിന്നീട് 2016 ശക്തനും PK കൃഷ്ണദാസും മത്സരത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. LDF-ലെ പുതുമുഖമായ IB സതീഷിനാണ് ഇറക്കിയത്. IB സതീഷ് ഏതാണ്ട് 800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. പക്ഷേ പിന്നീട് IB സതീഷ് കളം നിറഞ്ഞു എന്നുള്ളതാണ്. അവിടെ ജലവിഭവ സമൃദ്ധമായിട്ടുള്ള വലിയ പദ്ധതികളൊക്കെ അദ്ദേഹം ആരംഭിച്ചു. കേന്ദ്ര പാക്കേജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ജലക്ഷാമമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമായി കാട്ടാക്കട മാറി. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് 139 നിയമസഭാ മണ്ഡലങ്ങളും മാതൃകയാക്കേണ്ട ഒരു മണ്ഡലമായിട്ട് കാട്ടാക്കടയെ IB സതീഷ് മാറ്റിയെടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 2021 അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഏതാണ്ട് 15,000 വോട്ടിന് മുകളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ 2021 IB സതീഷിനെ തന്നെ LDF വീണ്ടും മത്സരിപ്പിച്ചപ്പോൾ PK കൃഷ്ണദാസ് തന്നെയാണ് BJP-ക്കായിട്ട് 2ാമത് മണ്ഡലത്തിലെത്തിയത്. 2016 കൃഷ്ണദാസാണ് മത്സരിക്കുന്നത്. 2021 വന്നപ്പോഴും കൃഷ്ണദാസും മണ്ഡലത്തിലെത്തി. അന്ന് പുതുമുഖമായ മലയൻകീഴ് വേണുഗോപാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ IB സതീഷ് 2ാമത് വിജയിച്ചു. ആദ്യ വിജയം 800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ 2ാമത്തെ വിജയം 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും വന്നു. IB സതീഷിന് അത്രയും ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞപ്പോൾ PK കൃഷ്ണദാസിന് 34,642 വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മുരളീധരൻ 47,834 വോട്ട് നേടി 1ാമതെത്തി. അതാണ് ഇപ്പോൾ BJP-ക്ക് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ഘടകം. PK കൃഷ്ണദാസ് ഈ മണ്ഡലത്തിൽ തന്നെ താമസമുണ്ട്. കൃഷ്ണദാസ് കാട്ടാക്കടക്കാരനല്ല. പക്ഷെ 2016 മുതൽ മത്സരിച്ചു വരുന്ന സമയത്തും പിന്നീടുള്ള കാലയളവിൽ അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. BJP നേതൃത്വത്തിന് കൃത്യമായി അറിയാം ഇത്
BJPക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാൻ കഴിയുന്ന ഇടമാണെന്ന്. കാരണം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ മുന്നേറ്റം കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലാണ് പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് കാട്ടാക്കട എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നതും കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയും ഈ മറ്റു മണ്ഡലങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ BJP പോകുന്നത്. പക്ഷേ അവിടെ മത്സരം കട്ടിയാകുന്നത് IB സതീഷ് തന്നെ രംഗത്തിറങ്ങുമ്പോഴാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF അവിടെ മുന്നിൽ കയറി. മലയങ്കീഴ്, മാറനല്ലൂർ, പള്ളിച്ചൽ, വിളപ്പിൽ, വിളവൂർക്കൽ, കാട്ടാക്കട പഞ്ചായത്തുകളിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് 7,982 വോട്ടിന്റെ ലീഡുണ്ട്. LDFന് വന്നിട്ട് 55,645 വോട്ട്, UDFന് 47,663 വോട്ടും BJPക്ക് 46,372 വോട്ടും ലഭിച്ചു. LDF മുമ്പിൽ നിൽക്കുന്നു. UDFും BJPയും ഏതാണ്ട് ഒരേപോലെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. കാട്ടാക്കട, പള്ളിച്ചൽ പഞ്ചായത്തുകളിൽ LDFനും, മലയങ്കീഴ്, വിളവൂർക്കൽ പഞ്ചായത്തുകളിൽ UDFനും, വിളപ്പിൽ, മാറനല്ലൂർ പഞ്ചായത്തുകളിൽ BJPയുമാണ് ഭരണം. അതുകൊണ്ട് തന്നെയാണ് BJP കാട്ടാക്കടയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. നിലവിലെ MLA IB സതീഷിനെ മൂന്നാമതും കാട്ടാക്കടയിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കാരണം 2 ടേം എന്നുള്ള ആ ഒരു ഇതിലെ ഇളവ് വരുത്തിക്കൊണ്ട് IB സതീഷിന്റെ മികച്ച പ്രകടനമാണ് വീണ്ടും മത്സരിപ്പിക്കാൻ. PK കൃഷ്ണദാസ് തന്നെ വീണ്ടും രംഗത്ത് ഇറങ്ങുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പല പേരുകളും ഉയർന്നിട്ടുണ്ടെങ്കിലും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. പക്ഷേ LDFിലെ IB സതീഷും BJPയിൽ നിന്ന് PK കൃഷ്ണദാസും തന്നെയാണ് മത്സരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പേരുകൾ വരാത്ത സ്ഥാനാർത്ഥികളായിട്ട് ഒന്നിലധികം പേരുകൾ വരാത്ത ഒരു മണ്ഡലമാണ് കാട്ടാക്കട. ഇപ്പൊ നിയമമണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ വരുന്നില്ല. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതുപോലെ കഴക്കൂട്ടത്ത് V മുരളീധരൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കാട്ടാക്കടയിലും ഇദ്ദേഹം PK കൃഷ്ണദാസ് തന്നെ മത്സരിക്കുന്നു എന്നുള്ളത്. PK കൃഷ്ണദാസ് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒന്നാമതെത്തിയത് ഒരു കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ പൊതുവെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ LDFും UDFും ഒക്കെ മാറി മാറി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇടമായിട്ട് പോലും ഈ പ്രദേശങ്ങൾ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് അവിടെ വലിയ പ്രതീക്ഷ ഇല്ല കാട്ടാക്കടയിൽ. കാരണം അവിടെ LDFും BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇതുവരെ 2016-ലും 2021-ലും നടന്നത്. 2026-ൽ അതും ആവർത്തിക്കും. അതിൽ വിജയം ആർക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.